ഒരു 6 മാസം പപ്പികൾ നമുക്ക് സെയിലിന്. ഇത് നമ്മുടെ ലാബ് മെയിൽ. നമസ്കാരം, സൊഫൈൻ കെന്നൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാ വെച്ചാൽ കുറെ പേര് നമ്മുടെ അടുത്ത് കമന്റിലും പിന്നെ നേരിട്ട് വന്ന് കണ്ടിട്ട് കുറെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഡോഗ്സിനെ ശരിക്കും പരിചയപ്പെടുത്തിയിട്ട് കാണിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ഈ ആഴ്ച നമ്മുടെ രീതി തന്നെ മാറ്റണം. നമ്മൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലത്തെ വീഡിയോ, അതിന് മുമ്പത്തെ ആഴ്ചയിലത്തെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ പപ്പീസിനെ മേടിച്ചിട്ടുള്ള ആൾക്കാർ ആദ്യം നമ്മൾ സെയിൽ ചെയ്യുന്നത് കാണിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഏതൊക്കെ പപ്പി ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നമ്മുടെ എല്ലാ ആഴ്ചയിലും ഒരു 4 ഡോഗിനെ വെച്ച് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. നമ്മളപ്പോൾ അവന് എത്ര വയസ്സായി, പേര് അല്ല. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഇവിടെ വരുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഒരുവിധം ഇവിടെ ആൾക്കാർ കുറെ പേര് ഇപ്പോൾ സന്ദർശനം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫാം കാണാൻ വരുന്നുണ്ട്. വെറുതെ ഇരിക്കുന്ന ആൾക്കാർ വെറുതെ വരാട്ടോ. ഇവിടെ വന്ന് നമുക്ക് കണ്ടു പോകണമെന്നൊന്നും വേറെ യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരിക്കണം എന്ന് മാത്രമുള്ള വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സൊഫൈൻ കെന്നൽസിലേക്ക് സ്വാഗതം കേട്ടോ. പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ട് പറയുന്നത് ഗൂഗിളിൽ ലൊക്കേഷൻ ഉണ്ട്. തൃശ്ശൂര് പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പട്ടിക്കാട് നമ്മുടെ ഗൂഗിളിൽ ലൊക്കേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ഷോപ്പ് ഉള്ളത് സൊഫൈൻ കെന്നൽ എന്ന് തന്നെ പറഞ്ഞിട്ട് നമുക്ക് ഷോപ്പ് ഉള്ളത് തൃശ്ശൂർ വളർക്കാവ് ഗാനത്തിന്റെ അവിടെ ഫുഡ് മരുന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വടുക്കുംചേരിയിൽ ഒരു ഷോപ്പ് ഉണ്ട്. അത് ഗ്രൂം മലൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ഗ്രൂമിംഗ് ഉണ്ട്, പെറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വളർക്കാവ് കടയുടെ മുകളിൽ നമ്മുടെ സുഹൃത്തിന്റെ ഒരു ഗ്രൂമിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് നമ്മുടെ സ്ഥാപനം ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ആൾക്കാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വരുന്നതുകൊണ്ട് നമുക്ക് യാതൊരു വിരോധമില്ല. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡോഗിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കണോണ്ട് വിരോധമില്ല. നമ്മൾ എല്ലാവർക്കും മറുപടി കാര്യങ്ങളൊക്കെ നമ്മുടെ നിന്ന് ഡോഗ് മേടിക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം എന്നുണ്ട് കേട്ടോ. അത് മാത്രമേ നമുക്ക് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ 1 ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നമ്മൾ പപ്പീസിനെ ഫ്രീ ആയിട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ലക്കി ഡ്രോ ഒക്കെ നടത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മാസമായി. ഇപ്പോഴും നമ്മൾ ഒരു 80K നിൽക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് 80K അടുത്ത് അങ്ങോട്ട് ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് സ്പീഡാക്കി നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ വീട്ടിലത്തെ എല്ലാവരുടെ ഫോണിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ടോമാക്സിന്റെ ഫീമെയിൽ ബ്ലൂ ഐസ് പപ്പി തൃശ്ശൂർ തന്നെയാണ്. പേര് ഗൗരി. എന്താ ചെയ്യണേ? അഡ്വക്കേറ്റ് അല്ലേ? തൃശ്ശൂർ തന്നെ. വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂര്. റിച്ച. എന്താ ചെയ്യണേ? ദുബായിലാണ്. അപ്പൊ 2 പേര് കസിൻസ്. വീട്ടില് വേറെ ആരൊക്കെയുള്ള? അച്ഛനമ്മയുണ്ട്. അപ്പൊ അവർക്കുള്ള ഗിഫ്റ്റ്. അതെ. നമ്മുടെ ടോമാക്സിന്റെ ഫീമെയിൽ പപ്പി ബ്ലൂ ഐസ്. ന്യൂ ഇയറിന്റെ അന്നാണ് ജനനം. ന്യൂ ഇയറിന്റെ അന്ന് കേട്ടോ. അപ്പൊ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോ ആലോചിക്കാം. അപ്പൊ ഓക്കെ, താങ്ക് യു. നമ്മുടെ ഹസ്കി പപ്പിറ്റാ. വൈറ്റ് ഷെയ്ഡ് ഉള്ളത്, ലൈറ്റ് കോപ്പർ ഷെയ്ഡ് ഉണ്ട് പപ്പി. തൃശ്ശൂർ കന്യാമണ. മോന്റെ പേര് ആദർശ്. എന്താ ചെയ്യുന്ന? ഞാൻ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുക. എവിടെ വീട്? വലപ്പാട്. മോളുടെ പേര് എന്താ ചെയ്യുന്ന? വർക്ക് ചെയ്യണു. എവിടെ? മണപ്പുറത്തല്ലേ? ചേച്ചി ഇവരമ്മ അല്ലേ? എന്ത്? ബബിത, ഹൗസ് വൈഫ്. ഉണ്ണിയുടെ പേര്? എത്രയില പഠിക്കണേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡില്ല. ഏത് സ്കൂളില്? വലപ്പാടനാ. അപ്പൊ പട്ടിക്കുട്ടീനെ ഇഷ്ടായ? പട്ടിക്കുട്ടിക്ക് പേരൊന്നിട്ട് തീരുമാനിച്ചേ? നോവ. പടിപൊളി. നോവ കുട്ടൻ. അപ്പൊ ശരി, ഓക്കെ. നമ്മുടെ ടോമാക്സിന്റെ ഒരു മെയിൽ പപ്പി നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതിന് മുമ്പത്തെ ആഴ്ചത്തെ വീഡിയോയിൽ പ്രസവിച്ച് കിടക്കുന്നത് കണ്ടു. അപ്പൊ ചെറിയ പപ്പി ഒന്ന് കൊണ്ടുപോകുന്ന ആള്. അടിപൊളി പപ്പി, മെയിൽ പപ്പി. ആൾക്ക് മെയിൽ തന്നെ വേണം. എവിടെ സ്ഥലം ചേട്ടന്റെ? തിരുവല്ല. പേര് ജോസഫ്. വർക്ക് ചെയ്യല്ലേ? അതെ, ബിസിനസ്. മോൾക്ക് കൊടുക്കാൻ മോളെ കെട്ടിച്ചയച്ച് അവിടെ വീട്ടിലേക്ക് കൊടുക്കാൻ. എവിടെയാ? അതും തിരുവല്ല തന്നെ. നിരണം. അടുത്തടുത്ത് പറയാം.
ഓക്കെ. അപ്പൊ നമ്മുടെ ഈ പട്ടിക്കുട്ടിക്ക് വല്ല പേരാ ഒന്നും തീരുമാനിച്ചിട്ടുണ്ടാവില്ല. ഇല്ലില്ല, അവിടെ ചെന്നിട്ട് അവർ തീരുമാനിക്കും. അവർ പേര് തപ്പിക്കൊണ്ടിരിക്കുന്നു. ശരി, അപ്പൊ ചേട്ടാ ഇനി വരുന്ന പറഞ്ഞാണ്. ഇനി വരും. എനിക്ക് വേണം. ചേട്ടനോ വേറെ വേണം? വേണം. ഓക്കെ, ഓക്കെ, ശരി. ഓക്കെ. നമ്മുടെ ബീഗൽ ഫീമെയിൽ പപ്പി പോകാൻ കേട്ടാ. 3 മാസം കഴിഞ്ഞിട്ടുള്ള പപ്പി തന്നെ കേട്ടാ. എവിടെ സ്ഥലം? ആലുവ. ആ. പേര്? പ്രസാദ്. എന്താ ചെയ്യുന്നേ? ഞാൻ പുറത്താണ് പുറത്ത്. അക്ഷയ് എന്ത് ചെയ്യുന്നേ? പഠിക്കുന്നു. ആ. പട്ടിക്കുട്ടിക്ക് വല്ല പേരാണെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാ? കൊണ്ടുപോയിട്ട് ആള് തീരുമാനിക്കാൻ വേണ്ടിട്ട്. അതല്ലേ. ആ, സിസ്റ്റർ പേര് ദേവി. ആ, അതെ, സിസ്റ്റർക്കുള്ള ഗിഫ്റ്റ് ആണ്. ഇതിന്റെ കണ്ണിന് രണ്ടും പ്രത്യേകത ഉണ്ട് കേട്ടാ. ശരി, അപ്പൊ ഓക്കെ. നമ്മുടെ ഫീമെയിൽ പപ്പി, ടോം മാക്സിന്റെ ഫീമെയിൽ പപ്പിട്ടാ, ബ്ലൂ ഐസ്. അടിപൊളി പപ്പി, ഫീമെയില്. ചേച്ചി ഷോ ചെയ്യാൻ പറ്റിയ പപ്പി. എവിടെ സ്ഥലം? ആനക്കല്ല്, തൃശ്ശൂർ തന്നെ. ആ, പേര്? ആഷിഖ്. എന്താ ചെയ്യുന്ന? പ്ലാസ്റ്റിക് കമ്പനിയാണ്. പ്ലാസ്റ്റിക്കിന്റെ കമ്പനി. ഇങ്ങനത്തെ കൊട്ടയൊക്കെ ഉണ്ടാക്കണ്ട? ചെടി അടിപൊളി. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, ചേട്ടൻ, അതെ, നമ്മുടെ ഹസ്കി പപ്പി. പേര് വല്ലതും തീരുമാനിച്ചിട്ടുണ്ടാ പപ്പിക്ക്? ഇല്ല. അപ്പൊ ഓക്കെ, ശരി. ബ്ലൂ ഐസ് ഫീമെയിൽ കേട്ടാ. പപ്പി പോവാണ് കേട്ടാ. ഒരു ബോക്സിൽ കണ്ട, നമ്മുടെ അവിടെ നിന്ന് ബോക്സിൽ ഫുഡും മരുന്ന് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേ മെയിൽ പപ്പി, നമ്മുടെ 35 രൂപയുടെ പപ്പി പോവാണ് കണ്ടാ. അടിപൊളി പപ്പി, മെയിൽ പപ്പി. നമ്മൾ വീഡിയോയിൽ വിലയൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള പപ്പി കൊട്ടയിലാക്കിയിട്ട് പോവാണ്. ഈ വണ്ടിയിലാണ് പോവുക. അത് നമ്മൾ തലൂർ ബൈപ്പാസിൽ വന്നേക്കാണ്. നമ്മുടെ വണ്ടിയിൽ കൊല്ലത്തേക്കാണ് പോകണം കേട്ടോ. കൊല്ലത്തേക്ക് ഈ ട്രാൻസ്പോർട്ടർമാരാ ഉള്ള. നമ്മുടെ ഒരു 3.5 മാസമായി കഴിഞ്ഞിട്ടുള്ള മെയില് ഹസ്കിനെ കൊണ്ടുപോകണം കേട്ടോ. ടോം മാക്സിന്റെ മോനെ കൊണ്ടുപോകണം. സർട്ടിഫിക്കറ്റ്, ചിപ്പ് എല്ലാം അടക്കമുള്ളത്. എവിടെ സ്ഥലം? നിങ്ങൾ കൊല്ലം ശാസ്താംകോട്ട അല്ലേ? ആ, ഇപ്പൊ ഈ വീഡിയോയില് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഇൻട്രോ ചെയ്ത് ഇന്നലെ ഞാൻ കൊല്ലത്തേക്ക് അവർ പൈസ തന്നിട്ട് അയച്ചു കൊടുക്കുക ചെയ്തത്. ഇതേ കളർ തന്നെ, അത് ചെറിയ പപ്പി കേട്ടാ. പേര്? എന്റെ പേര് രാജീവ്. എന്താ ചെയ്യുന്നേ? ഞാൻ ആർമി വർക്ക് ചെയ്യാണ്. ആർമിയില്? ആ, അപ്പൊ നമ്മുടെ ഇന്ത്യനാണ്, ഇന്ത്യൻ ആർമി. ആതിര. എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫ്. ആദർശ്. അളിയൻ. ആങ്ങള. അമ്മ തങ്കമണി. അമ്മ എന്തെങ്കിലും വർക്ക് ചെയ്യണ്ട? എവിടെയാ? ബാങ്കില്. ഏത് ബാങ്കില്? അതെ അല്ലേ. എന്റെ വൈഫ് ബാങ്കില് വർക്ക് ചെയ്യുന്നുണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്കില്. ഉണ്ണിയുടെ പേര്? അനുഗ്രഹ. എത്രയില് പഠിക്കുന്നു? 2ല്. നിനക്കുള്ള ഗിഫ്റ്റാണ്. അപ്പൊ ഓക്കെ. അപ്പൊ എല്ലാവരുടെ അടുത്ത് അന്വേഷണമൊക്കെ പറയാ. ഓക്കെ, അപ്പൊ അടിപൊളിയായിരുന്നു. ഇതിന് വല്ല പേര് എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാ? വിസ്കി. നല്ല പേരാ, അടിപൊളി. ഇപ്പന്നെ നല്ല അടിപൊളി ജീവിക്കുന്ന ആള് ഉള്ളപ്പനാണ്. അടിപൊളിയായിട്ട് നോക്കാം. ശരി, ഓക്കെ, താങ്ക് യു. നമ്മുടെ ഹസ്കി പപ്പിറ്റാ. ഹസ്കി പപ്പി, ബ്ലൂ ഐസ്. അധീരന്റെ പപ്പി. എവിടെ സ്ഥലം? തൊടുപുഴയ്ക്കാണ് പോണു. പേര്? ഡിയോൺ. കുറച്ചാൾ മുമ്പ് നമ്മളവിടെ വന്നിട്ട് കണ്ടിരുന്നു, ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും വന്നായിരുന്നു. ഇത് അനിയന്റെ പേര്? പാട്രിൻ. ഓ, ഭയങ്കര പേരുള്ള. എന്താ ചെയ്യുന്ന? പഠിക്കാ? +1. ഞാൻ വർക്ക് ചെയ്യാം. എവിടെ? ബിസിനസ്സിലെ. ഓക്കെ. അപ്പൊ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? ഫാദറുണ്ട്, ബ്രദറുണ്ട്, സിസ്റ്ററുണ്ട്. വല്ലവരുടെ അടുത്ത് അന്വേഷണം പറയാ. ഇതിന് വല്ല പേര് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? സ്നോ. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിലുണ്ട് ഒരാള് സ്നോ തന്നെയുണ്ട്. വല്ലവരും സ്നോയാണ്. ഇത് എവിടേക്ക് പോണേന്ന് പറഞ്ഞാ? തൊടുപുഴയിലത്തെ സ്നോ. ആളൊരു സ്നോ തന്നെയാ. ലേശം പൊന്തിച്ച് പിടിച്ചാ നോക്കട്ടെ. കണ്ടാ, അടിപൊളി ആണ്. ഓക്കെ, ശരി. അപ്പൊ ഓക്കെ, താങ്ക് യു. ശരി.
നമ്മുടെ ടോം മാക്സിന്റെ ഫീമെയിൽ പപ്പി പോകുന്നുട്ടാ ബ്ലൂ വൈസ് ഇത് കാണിച്ച പപ്പിനെ ഇവിടെ ഞാനുണ്ട് കളറില് അത് കണ്ണ് ശരിക്കും അത് കാണില്ല. ഓക്കെ, എന്ത് പേര്? അഭിഷേക്. അഭിഷേക്. എന്ത് ചെയ്യുന്നേ? ഞാൻ സ്പ്രേ പെയിന്റിങ്. എവിടെ വീട്? എൻ്റെ വീട് രണ്ടാങ്കല്ല്. രണ്ടാങ്കല്ല്. മുക്ലിയമോണ വഴി. ആ. പേര്? ആകാശ്. എന്ത് ചെയ്യുന്നേ? വെൽഡിങ്ങിന്റെ പരിപാടി. ചേട്ടനെ ഞാൻ വരാം. വീട്ടിൽ പിന്നെ വേറെ ആയിരിക്കുള്ള? അമ്മ. അമ്മയുടെ പേര്? ബിന്ദു. ബിന്ദു. അമ്മയുടെ അടുത്ത് അന്വേഷണം പറയാം. നമ്മുടെ പട്ടിക്കുട്ടീന്റെ പേരും തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ വീട്ടിൽ പോയിട്ട് പേരൊക്കെ തീരുമാനിക്കുക, കമന്റ് ചെയ്യാ. ഓക്കെ ഓക്കെ. നമ്മുടെ ഹസ്കി ബ്ലൂ വൈസ് ഫീമെയിൽ അല്ലേ? ഫീമെയിൽ പപ്പി ഉറങ്ങാണ്. ഫീമെയിൽ പപ്പി അല്ലേ? അധീരന്റെ പപ്പിയാണ്. അധീരന്റെ. എവിടെ സ്ഥലം? വലപ്പാട്. പേര്? ഉണ്ണി. ആരെ മേടിച്ചാണത്? പേര്? ആദിത്യ. എന്താ ചെയ്യുന്നേ? ഞാൻ വർക്ക് ചെയ്യുന്നു. എന്താ? ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ഫ്രം ഹോം. അതല്ലേ? ഐ ടി. ആ, എല്ലാവരും ഐ ടി അല്ല? മർച്ചന്റ് നേവി. പേര്? കാർത്തിക്. ഓക്കെ, എല്ലാവരും വലപ്പാട് ഫ്രണ്ട്സ്. ആളെന്ത് ചെയ്യുന്നേ? കർണാടക ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. ഡ്രൈവർ. ആ, ശരി. അപ്പൊ പേര് പറഞ്ഞില്ല? അഭി. അപ്പൊ ഓക്കെ, അടിപൊളി. നമ്മുടെ പട്ടിക്കുട്ടീനെ അടിപൊളിയായിട്ട് നോക്കിയോളൂ. താങ്ക് യു. നമ്മുടെ ബീഗൾ ഫീമെയിൽ, പിന്നെ ഒരു മെയിൽ പപ്പീന് വേറെ പറ്റില്ല. അത് ചെറിയ പപ്പിയാണ്. ജോലി 2 ലിറ്റർ കൊണ്ടുപോകണം. ചേട്ടന്റെ പേര്? സിജോ. സിജോ. കോട്ടയത്ത് വരുന്നത്. കോട്ടയം. നമ്മുടെ ഫാമ കണ്ടില്ലേ? ഫണ്ട് ഉണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല വൃത്തിയും എനിക്കും നല്ല രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ലതായിട്ട്. ചേട്ടന്റെ അനിയനാണ് വെളിയിൽ. നമ്മുടെ യൂട്യൂബ് കണ്ടിട്ടുണ്ട്. സ്ഥിരം കാണാനുള്ള. കാണാം. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് നീ തൊട്ട് കണ്ടോളാം. വീട്ടില് ഞാനിപ്പോ ഉള്ളത് ഞാനും എന്റെ കൊച്ചു മാത്രമേ ഉള്ളൂ. വൈഫ് വെളിയിലാണ്. പിന്നെ അനിയൻ വെളിയുള്ള അനിയന്റെ വൈഫും ഉണ്ട്. 2 പിള്ളേരുണ്ട്. പിള്ളേർക്ക് വേണ്ടിയാണ് ഇത് എടുക്കുന്നത്. സ്ത്രീകളാകുമ്പോൾ ഇത് വലിയ പ്രശ്നമില്ലല്ലോ. ഇത് പിള്ളേരോട് എല്ലാം നടന്നു. ജോലി കാണിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും. ശരി. ഓക്കെ, ബൈ. താങ്ക് യു. കറക്റ്റ് മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ള പപ്പിയാണ് കേട്ടോ. വേറെ പപ്പി ചെറിയ പപ്പിന്റെ അത് വണ്ടിയിൽ അത് എടുക്കേണ്ട അധികം 30 ദിവസമായിട്ടുള്ള പപ്പി അത് കൊണ്ടുപോകണം. ഇനി അത് ഈ വീഡിയോയിൽ ഇനി നമുക്ക് കുട്ടികളെ കണ്ടോ വീഡിയോ വരുമ്പോ. ഓക്കെ ചേട്ടാ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഇത് നമ്മുടെ ഡോബർമാൻ മെയിൽ കേട്ടോ, അംബ്രോസ്. ഇത് നമ്മുടെ ലാബ് മെയില് ഡുർണി. നമ്മളിത് പുറത്തേക്ക് ഇറക്കണ്ട കേട്ടോ. ഇന്നിപ്പോ നമ്മള് 4 പേരെയാണ് പുറത്തേക്ക് ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ഡോബർമാനെ പുറത്തേക്ക് ഇറക്കി കാണിക്കുന്നുണ്ട്. നമ്മുടെ ലാബ് ഒരു മെയില് ഡുർണീനെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ആൾക്കാരെ പറയാം. ഇത് നമ്മുടെ അവിടെ ബോർഡിങ് ആട്ടോ. ഒരു നാടനാണ്. ബോർഡിങ് വന്നിട്ടുള്ളതാണ്. പൈസ ഇതാണ്. ആള് പുറത്തേക്ക് പോയിക്കാണ്. ഇതും ബോർഡിങ് തന്നെയാണ്. റോഡ് വീലർ ഫീമെയിൽ ബോർഡിങ്. ഇത് നമ്മുടെ ബുൾമാസ്റ്റിഫ് ഫീമെയിൽ. ഒന്നിട്ട് കാണാൻ ഇങ്ങനെ കാണുമ്പോ ഭയങ്കര ചെറുതായിട്ട് തോന്നും. ഹെവി ആള് ഭയങ്കര സൈസുള്ള സാധനം കേട്ടോ. നല്ല അത്യാവശ്യം സൈസുള്ള. ഇത് നമ്മുടെ ഗുണ്ടപ്പ. ഗുണ്ടപ്പ. ഇത് ബ്രൂസ്. ഇതിലാളില്ല, പുറത്തേക്ക് വിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇത് നമ്മുടെ ജൂഡി റോട്ട് ഫീമെയിൽ കേട്ടോ. ഇത് നമ്മുടെ അവിടുത്തെ അക്കിറ്റ ലാറ ഫീമെയില്. ലാറ എന്ന് പറഞ്ഞിട്ടുള്ള അക്കിറ്റാണ് കേട്ടോ. നമ്മൾ ടോം മാക്സ് ഇവനൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യല. ഇന്ന് ടോം മാക്സിനെ കാണിക്കുന്നത് നമ്മള്. ടോം മാക്സ്. ഇതിപ്പന്റെ പേര് ബീം. ഇവന്റെ 2 കണ്ണ് കണ്ട ഡബിൾ ഷെയ്ഡാണ്. അധീരൻ. ടുട്ടു. ഒരുത്ത കൂടും മാറ്റാറായി. ബൈ ഉസ്കോ അന്തർ में डालो टा ये गुड में. നമ്മുടെ അമേരിക്കൻ ബുള്ളി കാസ്പർ മെയില്.
ഇത് നമ്മുടെ ജാക്ക്. ഇവിടെ കൂട് ചെറുതായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പണികളല്ല, ഫ്ലോർ മാറ്റ്. ഈ ഫ്ലോർ മാറ്റൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ. പല വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. ബ്ലൂ കളറ് കണ്ടില്ലേ, അത് നമുക്ക് ഇനിയിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രീൻ ആണ് ഉള്ളത്. ഗ്രീൻ ഉണ്ട്, പിന്നെ അങ്ങനെ 2 അടിയുടെ ഫ്ലോർ മാറ്റ്, 3 അടിയുടെ ഫ്ലോർ മാറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ബോർഡിങ് വന്നിട്ട് നമ്മൾ ഇവിടെ ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ക്രോസ് ചെയ്യിക്കാൻ വേണ്ടി വന്നിട്ടുള്ള പുതിയ ഫീമെയിലാണ്. ഇത് നമ്മുടെ മൈക്ക് കൂട്ടാൻ. മൈക്കിനൊക്കെ കുറെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പൊ അടുത്ത ആഴ്ചയിലും മൈക്കിനെ പുറത്തേക്ക് ഇറക്കി കാണിക്കാം. ഇത് നമ്മുടെ കട്ടപ്പ. കട്ടപ്പയ്ക്ക് ഇത്തിരി വയസ്സൊക്കെ അതിൻ്റെ ഇട്ടാ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ആൾക്ക് ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ നമുക്ക് ഓരോരുത്തരെ ഇറക്കാം. ഇവരൊക്കെ ബ്രീഡ് ചെയ്ത് നിർത്തിയിട്ടുള്ള കേട്ടോ. ഇത് നമ്മുടെ ലാങ്കിന്റെ മരം കേട്ടോ. ലാങ്കിക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് ഭയങ്കര വണ്ണം ഇതൊന്നും വെപ്പിക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രീഡിങ് ഉള്ള കാരണം കൊണ്ടാണ് നമ്മൾ ആവശ്യത്തിനുള്ള സൈസ്, നല്ല എക്സസൈസ് കാര്യങ്ങൾ അതൊക്കെ കൊടുത്തിട്ടാണ് വളർത്തണം കേട്ടോ. ബ്ലൂ കളറാണ്. അതിൽ 2 എണ്ണം ഉണ്ടല്ലോ അമേരിക്കൻ പുള്ളി ഉള്ളത്. നമുക്ക് 2നും കാണിക്കാം, അതായിരിക്കും ബെറ്റർ. ഇപ്പൊ അമേരിക്കൻ പുള്ളി ബ്രീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അവൻ ബാത്റൂം പോകണം കണ്ട, കൂട്ടിന്ന് പുറത്തേക്ക് ഇറക്കി അപ്പൊ ബാത്റൂം പോവാണ്. അപ്പൊ നമ്മൾ 2-3 ടൈം നമ്മള് ബോർഡിങ് ആയി എല്ലാവരെയും വിടൂട്ടാ. ഒന്ന് റാണ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. റാണ ഇത് സ്റ്റാൻഡേർഡ്, അത് പോക്കറ്റ്, അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. വേണം അവനും ബാത്റൂം പോകാനുള്ള പരിപാടിയാ. അപ്പൊ നമ്മ അമേരിക്കൻ പുള്ളികളെ കാണിച്ചു ബ്രീഡ്. ഇനി അടുത്തത് നമുക്ക് വേറെ ബ്രീഡിനെ കാണിക്കാം. രാത്രിയിലൊക്കെ ഭയങ്കര നല്ല സ്മെല്ലായിരിക്കും അവിടെ. ഇങ്ങനത്തെ ചെടികളൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭയങ്കര സ്മെല്ലായി. രാത്രി ഭയങ്കര സ്മെല്ലായിരിക്കും. ഇവിടെ 2 പേര് ഓടി നടക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോവാം. ഇവന്റെ പറയാൻ പറഞ്ഞു, ഇവൻ പണ്ട് ഇഴഞ്ഞ് നടക്കണ്ടായിരുന്ന ആളാട്ടോ. അവനെ കാലിന് വയ്യാണ്ടായി അതിൻ്റെ ഇടയിൽ. വണ്ടിയില്ല, ഒരു കുഴപ്പമില്ല. നമ്മള് റാഗി അങ്ങനെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് 2 കാലും തളർന്നു. എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞതാ. ആളാ നടക്കണ. അത് നമ്മള് ഡോഗിനൊക്കെ അസുഖം വരുമ്പോ നമ്മള് മാനസികമായിട്ട് നമ്മൾ തയ്യാറെടുക്കണം അവരെ രക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതിൽ. അപ്പൊ ഇതൊക്കെ തന്നെ ശരിയാവും. മനസ്സിലായി? കാലൊക്കെ ഉണ്ടോ? നമ്മള് ട്രീറ്റ്മെന്റ് നിർത്തരുത്. എന്താ എല്ലാ കുഴപ്പമുണ്ടാവും.
ബാക്കിലത്തെ 2 കാലും എൻ്റെ അതിന്റെ ഫോട്ടോ വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കന്ന് അത് കാണിക്കാണ്ടിരുന്നത് എനിക്ക് മാനസികമായിട്ട് വിഷമമുള്ള കാരണം കാണിക്കാണ്ടിരുന്ന കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അവനങ്ങനെ നടക്കണ്ട് കാണാനുള്ള യോഗ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്നിട്ട് പോയിട്ട് എക്സ്റേ എടുത്തു, ഫുള്ള് ചെയ്തു, എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഓപ്പറേഷൻ ചെയ്തവൻ വെറുതെ ഇരുന്നാല ശരിയാവുള്ളൂ എന്ന് ഡോക്ടർമാര് പറഞ്ഞു. അപ്പോ ഓപ്പറേഷൻ ചെയ്ത ഇവൻ വെറുതെ ഇരിക്കുവോ? ഇല്ല. ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് കാലുമ്മ ഉഴിയലും പിടിക്കലും ഒക്കെ ചെയ്തു. റാഗിയൊക്കെ നന്നായി റാഗി കൊടുത്തു, കുറെ ഡോഗ് ഫുഡും റാഗിയും മിക്സ് ചെയ്തിട്ട് കൊടുത്തു, ചോറ് കുറച്ചു. അങ്ങനെ ശരിയായതാ 2 കാലും. അപ്പൊ അവൻ ഏത് മരത്തിന്റെ മുകളിൽ ഓടി കയറും. ആ ലെവലായി. റാണ നമ്മുടെ ഭീം പിന്നെ നമ്മുടെ ടോം മാക്സ്, 2 പേരും ഒരുമിച്ച്. ഇവനത് 1 വയസ്സും ഒരു 3-4 മാസമായിട്ടുള്ളൂ കേട്ടോ. ഇവനൊരു 4 വയസ്സായിട്ട് കേട്ടോ നമ്മുടെ ടോം മാക്സിന്. ഇവന്റെ പപ്പീസാണ് ഇപ്പൊ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ടോം മാക്സിന്. മറ്റവനെ പപ്പീസ് ഇറങ്ങിയിട്ടില്ല. നമ്മളിപ്പോ ഈ അടുത്തൊരു ഫീമെയിലിന് മെയ്റ്റ് ചെയ്ത് പോയിന്റ്. വേറെ ഒന്നുള്ളൂ അത് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. മറ്റവനെ സ്ഥിരമായിട്ട് പപ്പീസ് ഉണ്ട്, സ്ഥിരമായിട്ട് മെയ്റ്റിങ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത്തിരി കോട്ടിങ് കൂടുതലുള്ള ടൈപ്പാണ്. അതെ, അവനും ബാത്റൂമിൽ പോകണത്. എന്തപ്പോ എല്ലാവരും ഇന്ന് കാലത്ത് വിട്ടതാണുള്ളവരൊക്കെ. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വീണ്ടും വിട്ടതാ. അപ്പൊ ഇതേപോലെ നമ്മളൊരു വീട്ടില് ഒരു സ്ഥലം കണ്ടുപിടിക്കുക, ഇതേപോലെ ചുറ്റും കെട്ടി ഇവർക്ക് ഓടി കിടക്കാനുള്ള സ്ഥലമാണ് ഈ ഒരു ഇവിടെ. അവിടെ ബാത്റൂം, എല്ലാ സംവിധാനങ്ങളും, എക്സസൈസ് ഒക്കെ അവിടെ ചെയ്യിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ്സിന് വളരെ നല്ല കേട്ടോ. നമ്മുടെ ടോം മാക്സിന് ഇപ്പൊ അടുത്ത് ഗ്രൂം ചെയ്തുള്ളത് കാരണം അവന്റെ രോമങ്ങളൊക്കെ കുറച്ചൊക്കെ ഉള്ളിലത്തേക്ക് ഷെഡിങ് എടുത്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഇത്തിരി സൈസ് കുറവ് തോന്നുന്നത്. ഇവന്റെ കളഞ്ഞില്ല, വേണ്ട അതന്നെ രോമം കൂടുതൽ. അവന്റെ വാല കണ്ടില്ല ചെറുത്, പക്ഷെ ഇതിനേറ്റവും വലിയ വാലാട്ടാ ഇവന്റെ. ആള് ഷിറ്റ്സുവിനെ കഴിച്ചു കിട്ടൂലോ, ഷിറ്റ്സുകളെ കഴിച്ചു കിട്ടു. ഇപ്പൊ എന്തായാലും ഷിറ്റ്സുവിനെ കാണിക്കാൻ മതി. ഇത് ബഡ്ഡി, ഇത് കാൻഡി. तो 3 पूरे भाई अभी दूसरा का नहीं चाहिए, नहीं ओनली डॉबरमैन चाहिए. अभी एक वीडियो में 4 ഇത് തായ്ലാൻഡ് ഇമ്പോർട്ടൻ്റ് കേട്ടോ ഷിറ്റ്സു. തായ്ലാൻഡ് ചാമ്പ്യൻ, സോറി അതും പറയാൻ വിട്ടുപോയി. നമ്മളിവിടുത്തെ ഷോക്കൊന്നും ഇറക്കിയിട്ടില്ല. മറ്റേത് ബഡ്ഡി, ഇത് കാൻഡി. ഏറ്റവും വില്ലപ്പൻ ബഡ്ഡിയാണ് നമ്മുടെ അവൻ. ബഡ്ഡി ഇനി നമുക്കൊരു ഡോബർമാനും കൂടി കാണിക്കാം. ഇവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് തായ്ലാൻഡ് ചാമ്പ്യൻ ഇമ്പോർട്ടാണ്. ഇത് കാൻഡിട്ടാ. ഇതിന്റെ അപ്പനമ്മയും തായ്ലാൻഡ് ഇമ്പോർട്ടുകളാ. പിന്നെ ഇത് ബഡ്ഡി. ഇതിന്റെ അപ്പം മാത്രം ഇമ്പോർട്ടുള്ളോ, മദർ ഇമ്പോർട്ടല്ല. കാൻഡി, ഇത് തായ്ക്കുട്ടെന്ന് വേണം നമ്മൾ ഇവനെ വിളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ. ഇവനും തായ്ക്കുട്ടൻ തന്നെയാട്ടാ.
നമ്മളിങ്ങനെ കണ്ട കറക്റ്റ് ആയിട്ട് ഇവരൊക്കെ ഇത് ഇവിടെ ഉണ്ടായിട്ടുള്ള കേട്ടാ ഈ ചെറുത് കയ്യും കാലം കണ്ട പക്ക നമ്മൾ അയച്ചു വിട്ട് നല്ല ഭംഗിയിൽ ആക്കി നിർത്തണോണ്ടാണ് അയച്ചു വിടണോണ്ടാണ് കയ്യും കാലൊക്കെ എല്ലാവരും നല്ല സ്ട്രോങ് ആയിരിക്കും. മുന്തിയ അതേപോലെ അടിപൊളി തന്നെയാണ് കേട്ടോ. എന്താ ഓക്കെ ബൈ. നെക്സ്റ്റ് ഡോബർമാൻ. അത് ഡോബർമാനെ കൊണ്ടിട്ടുണ്ട് നമ്മുടെ ആ ബഡ്ഡിയാ വെറുതെ കടി മേടിക്കണ്ടാ വാ കടിക്കാനോ നോക്കണ കള്ളാൻ. ഡാ 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 അവൻ സമ്മതിക്കണില്ലേ വേണ്ട. ഇതിന്റെ മുകളിൽ കയറ്റി നിർത്താം ഡോബർമാൻ. നല്ല ശരിക്കും കാണുള്ളൂ. അല്ലെങ്കിൽ ഡോബർമാനെ അങ്ങോട്ട് നോക്കുമ്പോ അവന് ഭംഗി അറിയില്ല. ചാടി ഇതാണ് നമ്മുടെ അംബ്രോസ് കേട്ടാ. അപ്പൊ നമ്മുടെ അംബ്രോസ് സൂപ്പർ ബ്ലഡ് ലൈനുള്ള 1 വയസ്സായിട്ടുള്ളൂ കേട്ടോ. ഓക്കെ ബൈ. एक दिन इधर आओ भाई, एक दिन इधर आओ देखने के लिए. ओके भाई ओके ओके ഓക്കെ അന്തട്ടല്ല നടത്തിച്ച് പ്രാക്ടീസ് ആക്കിയത് ആളെ കൊണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ബോർഡിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. തൃശ്ശൂരുള്ള ആൾക്കാർക്കൊക്കെ, തൃശ്ശൂരല്ല മലപ്പുറം കോഴിക്കോട് നിന്നൊക്കെ വരുന്നുണ്ട്, ബോർഡിങ്ങിന് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ജർമ്മൻ ലാറ ഫീമെയില്. ഇത് കണ്ട ബോർഡിങ്ങിനുള്ള സ്ഥലങ്ങളൊക്കെ ആവശ്യം പോലെ ബോർഡിങ്ങിനൊക്കെ ഉള്ള സ്ഥലം ഉണ്ട് കേട്ടോ. ഇത് ബോർഡിങ്ങിന് ഇതൊരു 6 മാസത്തേക്കൊക്കെ ബോർഡിങ് തോന്നുന്നുണ്ട്. മാസം അതൊരു ഹസ്കി പപ്പി കൊടുക്കാളാ കേട്ടാ. ഫീമെയില് കേട്ടാ, ഫീമെയില്. പിന്നെ ബീഗിൾ പപ്പീസിന്റെ അടുത്തേക്ക് പോവാനി, കൊടുക്കാനുള്ള സെയിൽസിന്റെ ഉള്ള ഇതിലേക്ക് പോവാനി. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെയിൽ കേട്ടാ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെയിൽ പപ്പീനെ കൊടുക്കാണ്ട്. അത് ഓടയാണ് കേട്ടാ. 2 കണ്ണ് 2 കളർ. നമ്മൾ നേരത്തെ അവിടെ ഒരെണ്ണം കാണിച്ചില്ലേ. പിന്നെ നമുക്ക് ഓടയിൽ തന്നെ വെറൈറ്റി സാധനം ഉണ്ട്. ഒരെണ്ണം റെഡും ഒരെണ്ണം ബ്ലൂ ആയിട്ടുള്ള ഫീമെയിൽ പപ്പി. അത് ഇപ്പൊ വീഡിയോയിൽ നമുക്ക് ഭംഗി, നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കളറ്. വൈറ്റ് മുകളിൽ ചെറിയ ലൈറ്റ് ബ്രൗൺ കണ്ട. പിന്നെ അതെ ഒരെണ്ണം ഇച്ചിരി കോട്ടിങ് കൂടിയ ടൈപ്പ് ഉണ്ട്. അത് തുറന്ന കണ്ട, അടിപൊളി ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ വൈസ് ഫീമെയിൽ കേട്ടാ. ഇതിന് പറയുന്നത് സിൽവർ എന്ന് പറയാ, അല്ലെങ്കിൽ സാഡിൽ എന്ന് പറയാ കേട്ടാ. സാഡിൽ എന്ന് പറയാ, അല്ലെങ്കിൽ സിൽവർ എന്ന് പറയും. അങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത്. കണ്ട അടിപൊളി പപ്പി. നമുക്ക്
ഇതും ഫീമെയിൽ തന്നെ. ഇതൊക്കെ 25 രൂപയാണ് കേട്ടോ. നമ്മുടെ പപ്പീസിനൊക്കെ ഹസ്കി വിത്ത് പേപ്പർ 25 രൂപയാണ് കേട്ടോ. ഇതിനാ നമുക്കൊന്ന് ജസ്റ്റ് കാണിക്കാം. ഇതിന്റെ കണ്ണോടി കാണാം. വാ വാ കണ്ട ഇത് കണ്ട വേറെ കളറാ, റെഡ് പോലത്തെ കളറാ. ഇനി നമുക്ക് മെയിലിനെ കൂടി കാണാം. കൈ വന്ന ഒരു കൈന്ന് പിടിക്കും. ഒരു ഭയങ്കര എനർജിയാണ് കസ്റ്റമർ. അപ്പൊ 3 പപ്പികൾ നമുക്ക് സെയിലിനുണ്ട് കേട്ടാ. ഫസ്റ്റ് 3 പപ്പി, പിന്നെ ഇത്തിരി സെമി വേണമെങ്കിൽ അത് അവിടെ ഉണ്ട്. ചിലവർക്ക് ഇനി ചെറുതിനെ നോക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെ ഫീമെയിലുള്ളൂ കേട്ടോ, മെയിലില്ല. മെയിൽ ആകെ ഒറ്റ പീസുള്ളൂ. പിന്നെ വേറെ ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട്, അത് വേറെ സ്ഥലത്ത്. ഇനി നമുക്ക് ബീഗിൾ പപ്പീസ് ഉണ്ട്. ബീഗിൾ പപ്പീസിനെ നോക്കാം. അപ്പൊ നമുക്കിനി ബീഗിളിന്റെ അമ്മയും കുട്ടികളും കാണാം. ഒരു കുട്ടീനെ അതിന് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഈ വീഡിയോയിൽ ഒരു ചേട്ടൻ ഒരു ഫീമെയിലിനെ കൊണ്ടുകൊണ്ട് അതിനെ തുണയായിട്ട് ജോഡിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ പൂടിൽ മെയിൽ ഇട്ടാ, പൂടിൽ മെയില്, ഇത് പൂടിൽ ഫീമെയില്. ഇത് ഗോൾഡൻ റിട്രീവർ മെയിൽ പപ്പിട്ടാ. കാലിൻ്റെ അവിടെ കണ്ടാ ഒരു മുറിവ് പോലെ ചെറുതായിട്ടുണ്ട് കണ്ടാ. അതുകൊണ്ട് കൊടുത്തിട്ടില്ല. നോക്കിയിട്ട് ഒന്നുകൂടി ഇപ്പൊ കാണുമ്പോ കാല് വളവുള്ള പോലെ തോന്നും. അതുകൊണ്ട് അതൊന്ന് റെഡി ആയിട്ട് കൊടുക്കാൻ വെച്ചിട്ട് നിൽക്കണം. ഒരു 10-25 രൂപയ്ക്ക് സൂപ്പർ പപ്പിട്ടാ. ഇതാണ് ഫീമെയിൽ മദർ കേട്ടാ. അടിപൊളി മെയിൽ പപ്പികളാട്ടാ. നല്ല മാർക്കിങ്, വൈറ്റില് റിങ് ഒക്കെ കണ്ട, വൈറ്റ് നല്ല സൂപ്പർ പപ്പീസ്. അമേരിക്കൻ ഗ്രാൻഡ് ഫാദർ, അമേരിക്കൻ ഇമ്പോർട്ടൻ്റ്, അങ്ങനത്തെ നല്ല സാധനങ്ങളാണ്. മദറിനെ കണ്ടോ, മദർ സൂപ്പർ മദർ. ഇത് നമ്മൾ ഇപ്രാവശ്യം നമ്മളെല്ലാ പപ്പിയും 25 രൂപ 25 കിട്ടാ പ്രൈസ്. 2 മെയിൽ പപ്പികൾ, ടോട്ടൽ 3 പപ്പി ഉണ്ടായത്. 4 പപ്പി ഉണ്ടായി, 3 നമുക്ക് ലൈവ് കിട്ടി. ഓരോരുത്തരെ നില കൊണ്ടുപോയി. അത് ഈ വീഡിയോയില് കാണിക്കുന്നില്ല. ആ ഒരു 2 മേടിച്ചാൽ ഒരെണ്ണത്തിനെ കാണിച്ചത്. നമ്മുടെ ബീഗുകൾ കണ്ട, നല്ല ബീഗുകളൊക്കെ ഫീമെയിലാട്ടാ. പൂടിയില് ഫീമെയിൽ കേട്ടാ. ഒരു 6 മാസം കഴിഞ്ഞിട്ട് മുടിയൊക്കെ വെട്ടി ഒന്ന് കുട്ടത്തിയാക്കിയിട്ടുള്ളോ എന്താ പൂടില്. നീച്ച വേണ്ട, ഇത് നമുക്ക് സെയിലിനുള്ള കേട്ടാ. നീച്ച പൂടില് ബ്രീഡ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള ഫീമെയില്. നമുക്ക് ഇതിന്റെ ഒരു 65 രൂപ വില വരും കേട്ടാ. हाँ इसका ऊपर में रखो भाई अच्छा से दे, नीचे जाएगा तो प्रॉब्लम വേണ്ട. ഓക്കെ भाई ये जी വുഡില് ഫീമെയില് സെയിൽസിന് പ്രാവശ്യം പപ്പീസ് ഒന്നും കുറവാ. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അത് പറയുന്നത്. ഇതിന് നിർബന്ധമൊന്നുമില്ല നമുക്ക് വിൽക്കണമെന്ന് പറഞ്ഞോന്നുള്ളോ. ആർക്കെങ്കിലും പൂടില് ഒരു ബ്രീഡിങ്ങിന് ഇത്തിരി വലുത് വേണം എന്നുണ്ടെങ്കിൽ
സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇത് നമ്മുടെ മൈക്കിന്റെ കുഞ്ഞാണ് കേട്ടാ. മൈക്കിനെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് മൈക്കിന്റെ കുഞ്ഞ് കാലുമ്മ ചെറിയൊരു മുറിവ് പോലെ കണ്ട പറ്റിയിട്ടുള്ള കാരണം കൊണ്ട് നമ്മൾ അത് കൊടുക്കാണ്ട് വെച്ചേക്കാണ്. ഇതൊക്കെ ഒന്ന് മാറിയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ അമർത്തിയിട്ട് കണ്ടോളൂ കേട്ടോ. അടുത്ത ആഴ്ച പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നവരെ ഗുഡ് ബൈ.